അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വദനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. ബാബയുടെ സമീപം എത്തിയപ്പോൾ ബാബയ്ക്ക് ഓർമ്മകൾ നൽകി. എന്നാൽ ബാബ ചില വിചാരങ്ങളെ, ചിലത് നോക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്തായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അത് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഞാൻ എല്ലാവരുടെയും ഓർമ്മകൾ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, ഭോഗുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, എത്ര ഓർമ്മകളുമായാണ് വന്നിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാ സദ്ഗുരുവാർ ദിവസത്തിലും, അതായത് വ്യാഴാഴ്ചയും വിശേഷിച്ച് എല്ലാവരുടെയും ഓർമ്മകൾ ബാബ അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരുന്നു, ഓർമ്മിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തുള്ളവരും ഏതെങ്കിലും പരിതസ്ഥിതിയോ ഏതെങ്കിലും കാര്യമോ ഉണ്ടാവുകയാണെങ്കിൽ ഭഗവാനെ, തൻ്റെ ഇഷ്ടദേവനെ ഓർമ്മിക്കുന്നു. ബാബയുടെ കുട്ടികൾ ബാബയെ തിരിച്ചറിഞ്ഞു. അപ്പോൾ ബാബയെ ആ രീതിയിൽ ഓർമ്മിക്കുന്നു. എന്നാൽ ബാബ എന്താണ് നോക്കുന്നത്? അതിനെക്കുറിച്ച് ബാബ കേൾപ്പിച്ചു. കുട്ടി, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. സമയവും എത്ര പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ളവരും പരിവർത്തനത്തിൻ്റെ കണക്കനുസരിച്ച്, സമയത്തിൻ്റെ കണക്കനുസരിച്ച് അവരും എന്തെങ്കിലുമൊക്കെ തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളുടെ ചാർട്ട് നോക്കുകയായിരുന്നു. വരാൻ പോകുന്ന സമയത്ത് കുട്ടികൾ തൻ്റെ ഉള്ളിൽ എത്ര ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെയും ശ്രേഷ്ഠ കർമ്മങ്ങളുടെയും ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെയും പവർഫുൾ വിത്ത് വിതച്ചിട്ടുണ്ട്. എന്നാൽ ബീജം എത്ര ഫലീഭൂതമായി, എത്ര വളർന്നു, ഇത് ബാബ നോക്കുകയാണ്. ബാബ പറഞ്ഞു, ഏതുപോലെ ലോകത്തിൻ്റെ പരിതസ്ഥിതി വന്നപ്പോൾ ലോകത്തുള്ളവർ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ ബാബയുടെ കുട്ടികളായ നിങ്ങളുടെ മുന്നിൽ ഏതൊരു കാര്യങ്ങളും ഏതൊരു പരിതസ്ഥിതികളും വരുമോ അതിനുവേണ്ടി കുട്ടികളായ നിങ്ങൾ എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയത്? ഇത് ബാബ നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബ വിശേഷിച്ച് സമയമനുസരിച്ച് പല സ്ഥാനങ്ങളിലും പല സെൻറ്ററുകളിലും ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു. ബാബ ഇപ്പോൾ കാണുന്നുണ്ട്, പല സ്ഥാനങ്ങളിലും പല സെൻറ്ററുകളിലും അന്തരീക്ഷം ഇപ്പോഴും പവർഫുൾ അല്ല, പലയിടത്തും ദുർബലമായിരിക്കുകയും ശ്രേഷ്ഠ അന്തരീക്ഷം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് കാരണം ആ സഹോദരി സഹോദരന്മാർക്കും ശക്തിയും ബലവും ലഭിക്കുന്നില്ല. അതിനാൽ കുട്ടികളായ നിങ്ങൾ മുഴുവൻ വിശ്വത്തെയും പരിവർത്തനപ്പെടുത്തുന്നവരാണ്, മുഴുവൻ വിശ്വത്തിൻ്റെയും മംഗളം ചെയ്യുന്നവരാണ്. അപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ എത്ര ബലവും എത്ര ശക്തിയും വേണ്ടതാണ്. തൻ്റെ അവസ്ഥയെ എത്ര ഉയർന്നതാക്കേണ്ടതാണ്, ശ്രേഷ്ഠം ആക്കേണ്ടതാണ്. സമയമനുസരിച്ച് ഇത് ബാബ വിശേഷിച്ച് ഇന്ന് അമൃതവേള മുതൽ കുട്ടികളുടെ നേർക്കും സമയത്തിൻ്റെ നേർക്കും നോക്കുകയാണ്. സമയവും ദിനം പ്രതിദിനം എത്ര നിർണായകം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാബ പറഞ്ഞു, വരാൻ പോകുന്ന സമയത്തും ഇങ്ങനെയുള്ള പരിതസ്ഥിതികളും ലോകത്തുള്ളവരുടെ മുന്നിലും വരും, ബ്രാഹ്മണ കുട്ടികളുടെയും മുന്നിൽ വരും. എന്നാൽ ബാബയുടെ കുട്ടികളായ നിങ്ങൾ വിശേഷിച്ച് തൻ്റെ ഉള്ളിൽ ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഖജനാവുകളെ, ശ്രേഷ്ഠ കർമ്മത്തിൻ്റെ ഭാഗ്യം ഇത്രയും ഉയർന്നതാക്കി മാറ്റണം. ബാബ പറഞ്ഞു, ഒരു പരിതസ്ഥിതിക്കും താങ്കളെ കുലുക്കുവാൻ സാധിക്കരുത്. ബാബയിൽ നിന്നും ഒരു ഭാഗത്ത് സ്നേഹത്തിൻ്റെയും തിളക്കം ഉണ്ടാകുന്നുണ്ടായിരുന്നു. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ബാബയുടെ മുഖവും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ബാബയുടെ മുഖവും മനസ്സിലാക്കിക്കുന്ന സമയത്ത് മാറുന്നു. ഇന്ന് വചനത്തിൽ ഇപ്രകാരം ബാബയുടെ മുഖം കാണപ്പെട്ടു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു.
ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ബാബ പറഞ്ഞു, കുട്ടികൾ ഓർമ്മകൾ അയക്കുമ്പോൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ ബാബയും തൻ്റെ കുട്ടികളെ അതിനേക്കാൾ കൂടുതൽ ഓർമ്മിക്കുന്നു. കാരണം ഓർമ്മയിലൂടെയാണ് ഓർമ്മയുടെ ആകർഷണം എല്ലാ കുട്ടികൾക്കും ലഭിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ വിശേഷിച്ച് ഭോഗ് വയ്ക്കുന്ന സഹോദരി സഹോദരന്മാർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നൽകി. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.